എങ്കിൽ സുഹൈലി, ഖത്തറിലെ ആക്രമണം അത് വൈകി എന്ന് പറയേണ്ടതുണ്ടോ? കാരണം നമുക്കറിയാം അമേരിക്കയുമായിട്ട് ഖത്തറിനുള്ള ബന്ധം ആ ബന്ധം കൊണ്ട് തന്നെ, അതായത് അതിലൊരു വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നയതന്ത്ര പ്രതിസന്ധി ഉണ്ടാകും. അത് കരുതിയാണ് ഇതുവരെ അത്തരത്തിലൊരു ആക്രമണത്തിലേക്കോ നീക്കത്തിലേക്കോ ഇസ്രായേൽ കടക്കാതിരുന്നത്. നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ ഹമാസ് പാലിക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഈ ആക്രമണത്തിലേക്ക് കടന്നത്. ആ ബന്ധം, അമേരിക്ക ഖത്തർ ബന്ധം പോലും നോക്കാതെ ഇസ്രായേൽ കടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നെതന്യാഹുവിന്റെ നീക്കങ്ങൾക്ക് പ്രത്യേകമായ ലോജിക്കുകളൊന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളുടെയോ സംഹിതകളുടെ അടിസ്ഥാനത്തിലല്ല ആ തെമ്മാടി രാഷ്ട്രം പ്രവർത്തിക്കുന്നത് എന്ന് ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ ആക്രമണം നടത്തിയെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടിയുള്ള ഒരു ആക്രമണം, അതോടൊപ്പം തന്നെ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിക്ക് അതിനനുകൂലമായി സയനിസ്റ്റ് ലോബി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ലോബിയിങ്ങിന്റെ ബാക്കി പത്രമായി അമേരിക്കയെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു GCC രാഷ്ട്രത്തെ ആക്രമിച്ചാലും ഒന്നും തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു സന്ദേശം നൽകാൻ കൂടിയാണ് ഈ ആക്രമണം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ സന്ദർഭത്തിൽ നമുക്കറിയാം GCC രാഷ്ട്രങ്ങളെ അമേരിക്ക ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയായിരുന്നു പൊതുവെയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. കാരണം ഈ രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അമേരിക്കയുടെ പ്രത്യേകിച്ചും ട്രംപിൻ്റെ എല്ലാം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സൗദിയിലും ഖത്തറിലും UAEയിലും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു പ്രദേശത്തേക്ക് തീയെറിയാൻ അമേരിക്ക സമ്മതിക്കില്ല എന്ന ഒരു കണക്കുകൂട്ടിലായിരിക്കാം ഇതുവരെ GCC രാഷ്ട്രങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം നീക്കങ്ങളെ അല്ലെങ്കിൽ അത്തരം ധാരണകളെ മുഴുവൻ പൊളിച്ചെഴുതുന്നതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് നിരവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കവർ ചെയ്തുകൊണ്ട് വേണം ഈ ഫൈറ്റർ ജെറ്റുകൾ ഇവിടേക്ക് എത്താൻ. അത് ഏത് രാജ്യത്തിന് മുകളിലൂടെയാണ് പറന്നത്? അവിടെയെല്ലാം സഹായങ്ങൾ കിട്ടിയോ, അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ട് പ്രതിരോധങ്ങൾ ഉണ്ടായില്ല എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതല്ല, ആ രാജ്യങ്ങളൊന്നും അറിയിക്കാതെ ഫൈറ്റർ ജെറ്റുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനം അമേരിക്കയ്ക്കുണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ആശങ്കയോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു തെമ്മാടി രാഷ്ട്രത്തെ എന്തും ചെയ്യാൻ പറ്റാവുന്ന ഒരു പരിതസ്ഥിതി ഈ ലോകരാഷ്ട്രീയമാണ് ഇന്ന് നമ്മൾ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം ഗസയിൽ ഇപ്പോഴും 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ മരണത്തിൻ്റെ വക്കിലാണ് എന്ന് UN പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഓരോ ദിവസവും പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ വേണ്ടിയുള്ള ഫ്രീഡം ഫ്ലോട്ടില ദൗത്യങ്ങൾ ഇപ്പോൾ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില എന്ന പേരിൽ സ്പെയിനിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 50-കണക്കിന് കപ്പലുകൾ വരുമ്പോൾ ആ കപ്പലുകളെ മുഴുവൻ തടയുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ഈ ലോകരാഷ്ട്രങ്ങൾ. ആ തരത്തിൽ ആ ഒരു ഇടപെടൽ പോലും നടത്താൻ, സാധാരണക്കാരായ ആളുകൾക്ക് വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാവുന്ന തരത്തിലേക്ക് അതിനെപ്പോലും തടയുന്ന തരത്തിലേക്ക് ലോകരാഷ്ട്രീയം മാറുന്നത് ഈ തരത്തിലുള്ള ധാർഷ്ട്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള അതൊക്കെ പറയുമ്പോഴും യൂറോപ്പ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ ജനവികാരം ഇസ്രായേലിനെതിരാകുന്നു. പ്യൂ റിസർച്ച് സർവേയുടെ കാര്യങ്ങൾ പറയുന്നത് അമേരിക്കയിലുള്ള 50%-ലധികം വരുന്ന ആളുകൾ ഇസ്രായേൽ ചെയ്യുന്നത് അബദ്ധമാണ്, ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളായി മാറുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ കാണേണ്ടത്. അടുത്ത UN ജനറൽ അസംബ്ലിയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, അത്രയും വലിയ ഒരു നീക്കം ലോകത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോഴും UN എന്ന് പറയുന്നത് അപ്രസക്തമാണ് എന്നും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ചേർന്നാലും വീറ്റോ അധികാരമുള്ള അമേരിക്കയുടെ ഒരൊറ്റ നീക്കത്തിലൂടെ ഈ സമാധാന നീക്കങ്ങളെ മുഴുവൻ പൊളിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ഖത്തർ ആക്രമണം മാറുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന നൊബേലിന് വേണ്ടിയുള്ള നോമിനേഷന് വേണ്ടിയിട്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും കാലത്ത് അമേരിക്കയുടെ സമീപകാല പ്രസിഡന്റുമാരൊന്നും ധൈര്യം കാണിക്കാത്ത യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. GCC രാഷ്ട്രങ്ങളെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ അമേരിക്കയുടെ ആശീർവാദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ അർത്ഥതലങ്ങളൊന്നുമല്ല ഉള്ളത്. പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രമാണെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ന്യായീകരണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരതക്കോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധതക്കോ കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യമാണ് ആക്രമണത്തിന് വിധേയമായത് എങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ ഖത്തർ എന്ന് പറയുന്നത് ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ അതിൻ്റെ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. സമാധാന നീക്കങ്ങൾക്ക് എപ്പോഴും
മുൻകൈ എടുത്തിരുന്ന രാജ്യമാണ് ഖത്തർ. എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ പല പ്രതിനിധികളും അത് മൊസാദിൻ്റെ മേധാവി അടക്കമുള്ള ആളുകൾ എപ്പോഴും വന്ന് താമസിക്കുന്ന ഒരു നഗരം കൂടിയാണ് ദോഹ എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതിനാണ് അമേരിക്ക പിന്തുണ നൽകിയിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ അവരുടെ എല്ലാ പോളിസികൾക്കും മേൽ കൂടി തീയിടുന്നതാണ് ഈ ഒരു ആക്രമണം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മിഡിൽ ഈസ്റ്റിനെ പിടിക്കാൻ വേണ്ടി പല തലങ്ങളിൽ നിന്നുമുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. ഒരു ഭാഗത്ത് ചൈനയും റഷ്യയും ഇതിൻ്റെ കൂടെ നിൽക്കുന്നു. സൗദി അറേബ്യയും UAEയും ഖത്തറിനെയും എല്ലാം തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വെറുതെ ഒരു ശ്രമമല്ല. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് തന്നെ സൗദിയിലേക്ക് എത്തിയിരുന്നു. അതിനു മുമ്പ് സൗദിയെയും ഇറാനെയും കൈകൊടുത്തുകൊണ്ട് സമാധാന നീക്കങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സൗദിയുടെ പല ഇൻവെസ്റ്റ്മെൻറ്റും ചൈനയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചൈനയുടെ പല ഇൻവെസ്റ്റ്മെൻറ്റിലും ഈ സൗദിയും UAEയും എല്ലാം പങ്കാളികളാവുകയും ചെയ്തിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബ്രിക്സ് കൂട്ടായ്മ. യഥാർത്ഥത്തിൽ ബ്രിക്സ് കൂട്ടായ്മയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമേരിക്കയും അതിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. പക്ഷേ ഈ സൗദിയും അതേപോലെ തന്നെ UAEയും എല്ലാം ബ്രിക്സ് കൂട്ടായ്മയുടെ കൂടെ ചേരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിൽ ഒഫീഷ്യലായിട്ടല്ലെങ്കിലും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാവുകയൊക്കെ ചെയ്ത ഒരു സന്ദർഭമാണ് നമ്മൾ കടന്നുപോയത്. ആ ഘട്ടത്തിലാണ് മിഡിൽ ഈസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളായ GCC രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക പിന്തുണ നൽകുന്നത് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാക്കുന്ന മാറ്റം അത് ചെറുതാകില്ല. ആ തരത്തിലുള്ള ഏതെങ്കിലും പ്രതികരണങ്ങൾ ഇനി GCC രാഷ്ട്രങ്ങൾ നടത്തുമോ, അമേരിക്കക്കും ഇസ്രായേലിനും എതിരായിട്ടുള്ള ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു നീക്കം ഇവർ നടത്തുമോ എന്നൊക്കെ ഇനി വരും കാലയളവിൽ കാണേണ്ടതാണ്. ഇനി ആ തരത്തിലൊന്നുമില്ല എങ്കിൽ സ്വാഭാവികമായും ഇസ്രായേലിന് ലൈസൻസ് കിട്ടുകയാണ് ഏത് രാഷ്ട്രങ്ങളെയും ആക്രമിക്കാനും എന്ത് വൃത്തികേടുകൾ ഈ മിഡിൽ ഈസ്റ്റിൽ ചെയ്യാനുമുള്ള ലൈസൻസ് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ സൂചിപ്പിച്ച ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിക്ക് കൊടുക്കുന്ന അംഗീകാരം കൂടിയായിരിക്കും. അത് വരും നാളുകളിൽ നമുക്ക് സ്വാഭാവികമായും കാണുകയും ചെയ്യാം.